നമസ്കാരം, ഞാൻ ജിനേഷ്. കേവലം 2-3 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് വീട്ടുനികുതി അടയ്ക്കുക എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് നോക്കാം. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതിലൊരു ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വീട്ടുനികുതി അടയ്ക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കൂടുതൽ ഇൻട്രോ വലിച്ച് നീട്ടി ബോറടിപ്പിക്കുന്നൊന്നുമില്ല, നേരിട്ട് കിടക്കുകയാണ്. നമ്മുടെ ഗൂഗിൾ സെർച്ച് ഓപ്ഷനിലേക്ക് പോവുക. എല്ലാ മൊബൈലിലും ഉണ്ടാവും. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സഞ്ജയ എന്നാണ്. സഞ്ജയ ടാക്സ്, സഞ്ജയ SANCHAYA, സഞ്ജയ ടാക്സ് എന്നടിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. അതിലേറ്റവും മുകളിൽ വരുന്ന വെബ്സൈറ്റിലേക്ക് തന്നെയാണ് നമ്മൾ കയറുന്നത്. നമ്മളതിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്, കയറുകയാണ്. ലോഗിൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കയറി. അതിൽ കണ്ടില്ലേ, സെലക്ട് ലോക്കൽ ബോഡി. അപ്പോൾ നമുക്ക് ജില്ല സെലക്ട് ചെയ്യാനുള്ളതും ലോക്കൽ ബോഡി ഏതാണ്, അതായത് മുനിസിപ്പാലിറ്റി ആണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്താണോ എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. ഞാൻ വയനാടാണ് സെലക്ട് ചെയ്യുന്നത് ജില്ല. സെലക്ട് ടൈപ്പ്, അതിൽ ഗ്രാമപഞ്ചായത്ത് തന്നെ കൊടുത്തു, സെർച്ച് കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് ഏത് പഞ്ചായത്തിലാണ് അടയ്ക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് കൊടുക്കുകയാണ്. ഇവിടെ വാർഡ് ഇയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അതിൽ 97/2013 നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 2013. അതുകൊണ്ട് 2013 കൊടുക്കുക. ഡോർ നമ്പർ, വാർഡ് ഡോർ നമ്പറാണ്. ഞാനിപ്പോൾ തൽക്കാലം 1 കൊടുത്തു, ഒരു 32 കൊടുത്തു. വെറുതെ കൊടുക്കുന്നതാണ്, എനിക്ക് അടയ്ക്കേണ്ട അതല്ല ഇത്. 1-ാം വാർഡിൽ 32-ാമത്തെ ഡോർ നമ്പർ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ അടയ്ക്കാൻ നോക്കുന്നത്. സെർച്ച് കൊടുത്തു. സെർച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ആളുടെ ഡീറ്റെയിൽസ് വന്നു. ഏലിയാമ്മ, വൈഫ് ഓഫ് ടി എ വർഗീസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത് 1-ാമത്തെ വാർഡാണ്, അത് വടക്കനാട് എന്ന് പറഞ്ഞ വാർഡിലെയാണ്. നമ്മളിവിടെ സെലക്ട് ചെയ്യുക. കണ്ടോ, അവരുടെ ടാക്സ് താഴേക്ക് വരുന്നതുണ്ടോ, 491 രൂപ ടാക്സാണ് അവർക്ക് വരുന്നത്. അവരുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ താഴെ ഓപ്ഷൻ കണ്ടിന്യൂവിൽ തൊടുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നതിൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. തൽക്കാലം വെറുതെ ഒരു ഇമെയിൽ അഡ്രസ്സ് വെറുതെ ഡമ്മി ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മൊബൈൽ നമ്പർ അതും ഈ പറഞ്ഞ പോലെ ഒരു ഡമ്മി ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ കാണിക്കുന്ന ക്യാപ്ച, ഈ കോഡ് നമ്മളിവിടെ ഇട്ട് കൊടുക്കണം. VVQQTM VVQQTM പേ നൗ കൊടുക്കണം. നമ്മൾ പേ നൗ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വരുന്ന ഈ പേജ് നമുക്ക് നമ്മുടെ കാര്യങ്ങളിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇതിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് നമ്മുടെ ഓപ്ഷൻസ് ഉണ്ട്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നുണ്ട്. ഇതിൽ നമ്മൾ നമ്മുടെ സാധാരണ ATM കാർഡ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡ് നമ്മൾ തൊടുന്നു. ഈ പേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാർഡിൻ്റെ നമ്പർ, എൻ്റർ കാർഡ് നമ്പർ എന്നുള്ളിടത്തും എക്സ്പയറി ഡേറ്റ് അവിടെ മന്ത് ഇയർ കൊടുക്കുക, CVV നമ്പറും കൂടി കൊടുത്ത് കാർഡിൻ്റെ മുകളിലുള്ള പേര് താഴെയും കൂടി കൊടുത്ത് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. കണ്ടോ, ഇപ്പം ഞാൻ ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞിട്ട് വരെ 3.5 മിനിറ്റേ ആയിട്ടുള്ളൂ. ശരിക്കും 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ വന്ന് ക്യൂ നിൽക്കുന്നത് കാണുമ്പോഴുള്ള സങ്കടം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്നത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയട്ടെ. നന്ദി.